ഇപ്രാവശ്യത്തെ മാരത്തോണിൽ അവിചാരിതമായിട്ടാണ് പങ്കെടുക്കാൻ സാധിച്ചത്. അതിന് ദൈവത്തോടും നന്ദി പറയുന്നു. ഇതിന് സാഹചര്യം ഒരുക്കിയ റോസിനോടും അതിയായി നന്ദി പറയുന്നു. ഈ പ്രാവശ്യത്തെ മാരത്തോണിൽ പങ്കെടുക്കുന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് റോസ് വിളിച്ച് പറയുമായിരുന്നു, ആ സമയത്ത് ഒരാളില്ല വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വായിച്ചു. പക്ഷെ വായിച്ച് കിട്ടിയത് എല്ലാം സഹനത്തിൻ്റെ ആയിരുന്നു. ജോബിൻ്റെ ബുക്ക് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ച് അധികം സമയം ഞാൻ മാരത്തോണിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്കിതുവരെ ജോബ് കിട്ടിയിട്ടില്ല. ജോബ് കിട്ടുന്നു, മനസ്സ് അസ്വസ്ഥമാകുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ കിട്ടിയത് എസെക്കിയേലിൻ്റേത് ഫുൾ ദൈവം എല്ലാവരെയും ശിക്ഷിക്കുന്ന, ഓരോ രാജ്യങ്ങളെ ശിക്ഷിക്കുന്ന ഒരു ഭാഗമായിരുന്നു. അതെല്ലാം കിട്ടിയപ്പോഴും മനസ്സ് ഭയങ്കര അസ്വസ്ഥമായി. എന്താണ് എനിക്ക് ഇങ്ങനത്തെ കിട്ടിയത്? ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ശിക്ഷണത്തിൻ്റെ മാത്രം ഒരു സഹനത്തിൻ്റെയും ശിക്ഷണത്തിൻ്റെയും മാത്രം ഒരു വചനം എനിക്കിതുവരെ ഞാൻ മാരത്തോണിൽ വായിച്ചിട്ടില്ല. അതിൻ്റെ ആൻസർ ഇന്ന് പത്രോസിലൂടെ നമുക്ക് പത്രോസിൻ്റെ ലേഖനങ്ങളിലൂടെ എന്നോട് സംസാരിച്ചു. അത് വളരെ അത്ഭുതമായിട്ട് ആ 2 ദിവസത്തെയും വായനയുടെ ആൻസർ ഇന്നത്തെ ദിവസത്തിൽ ലഭിച്ചു. അത് ഭയങ്കര അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ആക്ച്വലി അത് എന്നോട് സംസാരിച്ചതാണ് ഈശോ. എനിക്ക് അത് അതിലൊരു വാക്ക് പോലും ഒരു വള്ളി പുള്ളി തെറ്റാതെ എന്നോട് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം സ്ട്രക്കായി നിന്നു. ദൈവമേ, ഇങ്ങനെയും ദൈവം നമ്മളോട് സംസാരിക്കുമോ എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അത് ഏറ്റവും വലിയ ഒരു ഈ ഇത്രയും നാളത്തെ മാരത്തോണിൽ ഈ ഒരു അനുഭവം ഇല്ല. എല്ലാം നല്ലത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ വായനയിൽ ദൈവം നേരിട്ട് ഓക്കെ നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നിട്ട് സംസാരിച്ചു. ഓക്കെ, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. അപ്പോൾ എല്ലാവരും ഈ അനുഭവം അനുഭവിക്കാൻ സാധിക്കപ്പെടട്ടെ. യേശു നേരിട്ട് സംസാരിക്കാൻ നമുക്ക് കേൾക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുത്ത് അതിനനുസൃതമായി നമുക്ക് ജീവിക്കാനും സാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.